ഹായ്, എല്ലാവർക്കും കിങ് ആൻഡ് ക്യൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ ഓവനില്ല, ബീറ്ററില്ല, റം ഉപയോഗിക്കുന്നില്ല, ഒന്നുമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക്. നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ തുടങ്ങുന്നതിന് മുമ്പായി എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. അപ്പോൾ കേക്കിന് ആവശ്യമായ 1 കപ്പ് മൈദ, 2 മുട്ട, കോഴിമുട്ട തന്നെ വേണം, പിന്നെ ജാതിക്കായും പട്ടയും കൂടെ ചേർത്ത് പൊടിച്ചതും ഏലക്ക പൊടിച്ചതും, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്. നമ്മുടെ മെഷറിംഗ് കപ്പ് ഇതായിരുന്നു. അപ്പൊ ഇതിൽ 3/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് മൈദയ്ക്ക് 3/4 കപ്പ് പഞ്ചസാര. നട്ട്സ് വീട്ടിലുള്ളതെല്ലാം, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഇടാം, ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. പിന്നെ ബട്ടർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ ഷുഗറാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനെ ക്യാരമലൈസ് ചെയ്തിട്ട് ബ്രൗൺ കളർ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് ഒരു തുള്ളി വെള്ളമയം പോലും ഇല്ലാതെ പഞ്ചസാരയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം പിടിക്കും, എങ്കിലും ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് ചെയ്യുമ്പോൾ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ഉള്ളത് വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, ഇങ്ങനെ കൽക്കണ്ടം പോലെ ആ ഒരു ഇതിൽ വരും. പിന്നെ നമ്മൾ നേരത്തെ ഒരുപാട് കുക്കിംഗ് ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതിൻ്റെ എല്ലാ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായവും പറയണം. ഇത് കണ്ടോ, ക്യാരമലൈസ് ചെയ്ത് നല്ലപോലെ വരുന്നുണ്ട്, നല്ലപോലെ ക്യാരമലൈസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. സാധാരണ പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ വെള്ളം ഒഴിക്കത്തില്ലേ, ആദ്യമേ വെള്ളം ഒഴിക്കത്തില്ലേ, ഇതിനകത്ത് അങ്ങനെ ചെയ്യുന്നില്ല. ഇത് നല്ലപോലെ ഒന്ന് ക്യാരമലൈസ് ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കത്തുള്ളൂ. കുറച്ച് സമയം എടുക്കും, എങ്കിലും എന്നും പറഞ്ഞാൽ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. ഈ കട്ട എല്ലാം പൊട്ടി 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 പോണം കേട്ടോ. ഇപ്പം നമ്മൾ ചേർക്കുന്നത് കറക്റ്റ് 7 ടേബിൾ സ്പൂൺ വെള്ളം എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഇതുപോലത്തെ സ്പൂൺ ആണെങ്കിൽ 7 എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ഒഴിക്കണം, ഒരു 10 ടേബിൾ സ്പൂൺ എങ്കിലും ഒഴിക്കണം. അത്രയും ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതാണ് നല്ലപോലെ നമ്മൾ പാനിയാക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് തണുക്കാൻ വെക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മിക്സിങ് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് ഒഴിച്ച് തണുക്കാനായിട്ട് വെക്കാം. നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേട്ട് നമ്മുടെ ആ 2 മുട്ടയും പൊട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് അതിനകത്തോട്ട് പട്ടയും ജാതിക്കാക്കുരുവും പിന്നെ ഏലക്കാപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വേണം. അതൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ മൈദപ്പൊടി ഇട്ട്, നമ്മുടെ ആ ബൗളിൻ്റെ മണ്ടയ്ക്ക് അരിപ്പ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ മൈദപ്പൊടി ഇടുക. അതിനുശേഷം അതിൻ്റെ മണ്ടയ്ക്ക് ബേക്കിംഗ് പൗഡർ ഇല്ലായിരുന്നു, ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ ഇടുക. ഞാൻ എടുത്ത ക്വാണ്ടിറ്റി കാണുന്നുണ്ടല്ലോ, ഭയങ്കര ഹീറ്റ് സ്പൂണൊന്നും അല്ല, ഇത്ര ഇടുന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ അതിൽ നിന്ന് അരിച്ചാണ് നമ്മൾ അതിനകത്തോട്ട് ഇടുന്നത്. പക്ഷെ കട്ട കെട്ടാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. ഇതിപ്പം നമ്മൾ നല്ലപോലെ അരിച്ച അരിപ്പയിൽ കൂടെ
നമ്മുടെ മുട്ടയുടെ ആ മിക്സ് ഉണ്ടല്ലോ അതിനകത്തോട്ട് ചേർക്കുക. ഇപ്പം അത് നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയും മുട്ടയും എല്ലാം കൂടെ ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് ഒട്ടും വെള്ളം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ നട്ട്സ് 1 സ്പൂൺ മൈദപ്പൊടിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. എന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഏറ്റവും താഴെ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ മൈദയിൽ ഇതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കും. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരിത്തിരി ഉപ്പ്. ഇത് വെണ്ണയാണ്, ബട്ടർ നമ്മൾ ചേർക്കുക. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ വാനില എസൻസ് ഇട്ടു. ഇവിടെ ഇപ്പോൾ ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊന്നും പറഞ്ഞുകൊണ്ട് ഒന്നും പറ്റത്തില്ല. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അവൈലബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചേർക്കണം. പിന്നെ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ. ഇത് തണുക്കാൻ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ചൂടാക്കി അത് പെട്ടെന്ന് തന്നെ ആ നമ്മൾ ക്യാരമലൈസ് ചെയ്യുന്ന പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ബൗളിലാക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ആ ഷുഗർ ക്യാരമലൈസ് ചെയ്ത ഷുഗറിനകത്തും ആ മുട്ടയ്ക്കകത്തും മാത്രം ഇട്ട് ഇളക്കിയെടുത്ത് മിക്സ് ആകുക. ഇപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതിലും ഇച്ചിരി കൂടെ ലൈറ്റ് ആവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി കട്ടിയായിട്ട് വന്നു. ഇത്തിരി കൂടെ ലൂസാവുന്നു. വെള്ളം ചേർക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം ഒന്നും ചേർത്തില്ല. പക്ഷേ ഇത്തിരി കൂടെ കട്ടി കുറഞ്ഞ് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ വരണം. ഇതൊരു ഒത്തിരി മാവ് പോലെ ആവല്ല. ഇതിൽ നിന്ന് ഇച്ചിരി കൂടെ ഒരു ചെറുതായിട്ട് ഒഴുകുന്നതായിട്ട് നമ്മൾ ആ നട്ട്സ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കുക. ഇത് നമ്മുടെ ഇഡലി പാത്രത്തിനകത്ത് ഉപ്പ് വിതറിയേക്കുവാണ്. ഉപ്പില്ലേ മണലായാലും മതി. നമ്മളിപ്പോൾ ഈ ചേർക്കുന്ന ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കേക്ക് വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ പാത്രത്തിനകത്തോട്ട് വെണ്ണ നല്ലപോലെ ബട്ടർ പേപ്പർ വെച്ചാലും മതി. അതും വെണ്ണ ചേർത്തിട്ട് വേണം ബട്ടർ പേപ്പർ വെക്കാൻ. വെണ്ണ ചേർത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കും. കണ്ടില്ല, ഇച്ചിരി കട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തിരി ലൂസ് ആവുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ നമ്മൾ പാത്രം തട്ടി കൊടുക്കുന്ന ഒന്ന് സെറ്റാണ്. കണ്ടോ, ഇങ്ങനെ ഈ എയർ പോകുന്നത് കണ്ടോ, കൊമ്പള പോലെ. ഈ എയർ ഉണ്ടാവാതിരിക്കാനാണ് പാത്രം നല്ലപോലെ തട്ടി കൊടുക്കുക. തട്ടി സെറ്റ് ചെയ്യാനും വേണ്ടി ഒരു ഷേപ്പ് വരാനും എയർ പോകാനും എല്ലാം നല്ലതാണ്. ഞാനിപ്പോൾ അടുപ്പയിലാണ് വെക്കുന്നത്. അതിന് മുമ്പ് ഗ്യാസിൽ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഉപ്പ് മാത്രം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഉപ്പ് മാത്രം വെച്ച് ഈ കേക്കിൻ്റെ മിക്സ് വെക്കാതെ 5 മിനിറ്റ് ഇഡലി പാത്രത്തിൽ ഞാൻ അതേപോലെ തന്നെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും കേക്കിൻ്റെ മിക്സ് വെച്ച് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് പിന്നെ അടുപ്പയിൽ ചെറിയ തീയിലോ ചെറിയ കനലിലോ വേവിക്കുകയാണ്. ഇപ്പം നമ്മൾ ഗ്യാസിൽ വെക്കുവാണെങ്കിൽ ഏറ്റവും സ്ലിമ്മിൽ വേണം വെക്കാൻ. ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും, എങ്കിലും ഏറ്റവും സ്ലിമ്മിൽ വെക്കണം. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ കണ്ടില്ല, അതിനകത്ത് ഒരു തുള്ളി പോലും കേക്കിൻ്റെ ഒരു അംശം വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കേക്ക് നല്ലപോലെ വെന്തിട്ടുണ്ടെന്നാണ്. നമുക്കിനി അതെടുത്ത് മാറ്റി വെക്കും. ഒത്തിരി നേരം വെക്കരുത് കേട്ടോ ഇഡലി പാത്രത്തിൽ. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.